ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ സരോഗസിക്ക് വിധേയമായിരിക്കുന്ന സ്ത്രീയെ എങ്ങനെ നോക്കണമെന്നും അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പോൾ അതെല്ലാം കേട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലെല്ലാം ഗൗതം സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അവിടെ ഇരിക്കുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാനായിട്ട് നമ്മുടെ ഗൗതം തീരുമാനിക്കുകയും ചെയ്തു. കാരണം ഈ പിങ്കിയുടെ ആ ഒരു വല്ലാത്തൊരു സ്വഭാവമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ അലംഭാവത്തിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുതെന്നാണ് ഗൗതം ചിന്തിക്കുന്നത്. പിങ്കിയെ സോപ്പിട്ട് നിർത്തണം, പിങ്കിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം, എങ്കിൽ മാത്രമേ കുഞ്ഞിനൊരു കുഴപ്പങ്ങളും കൂടാതെ ആരോഗ്യത്തോടൊരു കുഞ്ഞിനെ കിട്ടൂ എന്നുള്ള ആ ഒരു ഇത് സാറും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് പൂർണ്ണമായും മനസ്സിലായി. പക്ഷേ അത് നന്ദയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അംഗീകരിക്കണമെന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഗൗതം ആ ഒരു തീരുമാനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ അറിയാനും അതുപോലെ ഓരോന്ന് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ വന്ന ആൻറ്റി ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരി നമ്മുടെ നന്ദയെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നേ ഇല്ല. പുള്ളിക്കാരി ഒരു രീതിയിലും നന്ദയോട് പിങ്കിയുടെ അരികിലേക്ക് ചെല്ലുക പോലും വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നന്ദതേ വരുന്നു നമ്മുടെ പിങ്കിക്ക് എന്തോ കൊടുക്കാനായിട്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഈ പുള്ളിക്കാരി ഗിരിജ വരുന്നത്. ഗിരിജ വന്നിട്ട് ചോദിച്ചു, നന്ദ ഇത് എങ്ങോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ പിങ്കിയുടെ അരികിലേക്ക് പോവുകയാണ്, പിങ്കിക്ക് കഴിക്കാൻ കൊടുക്കണം, എൻ്റെ സമയമായി എന്ന് പറഞ്ഞു. അതൊന്നും നന്ദ നോക്കേണ്ട കാര്യമില്ല, നന്ദയല്ല നോക്കേണ്ടത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാം. അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അതെന്താ ശരിയാകാത്തത്? അതെ, പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്നോളം ചെയ്യാൻ വേറെ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റി അതിന് ബുദ്ധിമുട്ടണമെന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും പിങ്കിയുടെ കാര്യങ്ങളും വളരെ നന്നായി തന്നെ നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദ, ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എല്ലാത്തിനും ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നന്ദ ഇങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരി നമ്മുടെ നന്ദയോട് ദേഷ്യപ്പെടുന്നു. നന്ദ അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ള ഒരൊറ്റ മറുപടി കൊടുത്ത് തന്നെ അവിടെ അങ്ങനെ നിൽക്കുക. തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം താൻ തന്നെ നോക്കുമെന്ന് തറപ്പിച്ച് തന്നെ നമ്മുടെ നന്ദ അങ്ങ് പറഞ്ഞു. അങ്ങനെ നന്ദ അത് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരി വീണ്ടും നന്ദയോട് ഇങ്ങനെ ഒരു ഇതാക്കി സംസാരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് നന്ദയാണെങ്കിൽ തൻ്റെ നിലപാട് വ്യക്തമായിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ ലക്ഷ്മി അവിടെ നിൽക്കുക. ലക്ഷ്മിയുടെ അടുത്തേക്ക് നന്ദ ചെന്നു. അപ്പോൾ ഈ മുഖവും വല്ലാതെ ആക്കി പിടിച്ചുകൊണ്ട് നന്ദ ചെല്ലുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി നന്ദമോളെ, എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചു. ഇത് കണ്ടോ അമ്മ, ഇത് എന്തൊരു കഷ്ടമാണ് എന്ന് നന്ദ ചോദിക്കുക. എന്താ പറ്റിയത് മോളെന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനല്ലേ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ, അപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം എന്നോളം വേറെ ആർക്കാണ് ഉണ്ടാകുന്നത്? ഗിരിജാൻറ്റി പറയുന്നത് അമ്മ കേട്ടോ, പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ഗിരിജാൻറ്റി നോക്കിക്കോളാം, എന്നോടൊന്നിലും ഇടപെടണ്ട എന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നും ചോദിച്ചുകൊണ്ട് നന്ദ ലക്ഷ്മിയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോഴത്തേക്കും ദേ വരുന്നു പുറകിൽ നിന്ന് ഗിരിജ എന്ന് പറയുന്ന മുതൽ. നന്ദ, ഞാൻ പറഞ്ഞത് വേറൊരർത്ഥത്തിൽ നന്ദ എടുക്കേണ്ട കാര്യമില്ല. പിങ്കി മോളാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പിങ്കി എന്നോട് പറഞ്ഞു. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും പിങ്കിയെ നോക്കുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടോ വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. അതാണ് പിങ്കി മോൾ ഉദ്ദേശിച്ചത്. ഞാനും ആ ഒരു അർത്ഥത്തിലാണ് നന്ദയുടെ ആ കാര്യം പറഞ്ഞത്. നന്ദ അതിന് വേറെ അർത്ഥമൊന്നും കണ്ടുപിടിക്കണ്ട എന്നും പറഞ്ഞു ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് ഗിരിജ നല്ലവളായിട്ട് ചമഞ്ഞ് സംസാരിക്കുക. അപ്പോഴത്തേ നമ്മുടെ നന്ദ പറഞ്ഞു, ആൻറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ആൻറ്റി പറയുന്നത് ഏതൊരു അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ട എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും ആൻറ്റിക്കില്ല. അതുപോലെ തന്നെ പിങ്കിക്കും ഇല്ല. ഞാൻ നോക്കുന്നിടത്തോളം ആരും പിങ്കിയുടെ ഈ ഒരവസ്ഥയിൽ പിങ്കിയെ നോക്കില്ല. അത്രയും ഉത്തരവാദിത്വവും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നോക്കണ്ട എന്ന് ആൻറ്റി പറയേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അതങ്ങ് പറഞ്ഞു കേട്ടോ, അത് നന്ദമോള് പറഞ്ഞത് ശരിയാ ഗിരിജെ. കാരണം നന്ദമോളുടെ കുഞ്ഞാണ് പിങ്കി മോളുടെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ കുഞ്ഞിന് കിട്ടണം. അത് നന്ദമോള് തന്നെ കൊടുത്താലേ ശരിയാവത്തുള്ളൂ എന്ന് ലക്ഷ്മിയും പറഞ്ഞു. അപ്പോൾ ഈ നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുക. പിങ്കി അന്നേരം അവിടെ പതിവ്രത ചമഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. എൻ്റെ പിങ്കി മോളെ എന്താ ഇവിടെ നടക്കണേ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. അങ്ങ് കയറി ചെന്നപ്പോൾ എന്തു പറ്റി ആൻറ്റി എന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ നന്ദയെന്ന് പറയുന്നവളെ അത്ര പാവമൊന്നുമല്ല, കാഞ്ഞ വിത്ത്. അവൾ ഒരിക്കലും മോളെയും ഗൗതത്തിനെയും ഒന്നാകാൻ സമ്മതിക്കില്ല. ഇടയ്ക്ക് അവൾ ഉണ്ടാകും. പിന്നെ മോളുടെ കുഞ്ഞിൻ്റെ എല്ലാ അവകാശങ്ങളും പിടിച്ചെടുക്കാൻ അവൾ നോക്കുന്നു. അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് അവളുടെ കുഞ്ഞാണെന്ന്, അതിൻ്റെ അവകാശവും പവറും അവൾ കാണിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ അവൾക്ക് ഈ കുഞ്ഞിൻ്റെ മേൽ ഒരവകാശവും ഇല്ല എന്ന് വരുത്തി തീർക്കുകയും അത് ആ രീതിയിൽ തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും പറഞ്ഞ് ഇവരിയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി വരും. അപ്പോൾ ഗൗതം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയും ലക്ഷ്മിയൊക്കെ താഴെയുണ്ട്.
എൻ്റെ പിങ്കി വന്ന് കയറിയത് പിങ്കി എവിടെ എന്നും ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഗൗതം വരുന്നത്. അപ്പോഴേക്കും പിങ്കി മുകളിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ മനസ്സിൽ വേറെ ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല, നെഗറ്റീവായിട്ടൊരു ഇതും ചിന്തയും വന്നില്ല. അപ്പോൾ ഗൗതം സാറിന് കുടിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ നന്ദ ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ പിങ്കി ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പിങ്കിക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സും ഭക്ഷണം ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ അങ്ങനെ നിരത്തി അങ്ങ് വെച്ചിരിക്കുക. പിങ്കി ഇതൊക്കെ നോക്കി ഇങ്ങനെ കുണുങ്ങി അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ആൻറ്റിയും മോളും കൂടെ കുശുമ്പും കുന്നായ്മയും അതുപോലെ നന്ദയെ എങ്ങനെ പടി ഇറക്കുമെന്നൊക്കെയുള്ള ഗൂഢമായ ആലോചനയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ആ സംഭവങ്ങൾ അവിടെ നടക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ഗൗതം കയറി ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുകയല്ലേ. അപ്പോൾ അതെ ഗൗതം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി. അപ്പോൾ പിങ്കി ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ നോക്കുക. ഗൗതം ചെന്ന് പിങ്കിയുടെ അടുത്തിരുന്നു. പിങ്കി എന്നാ ഉണ്ടോ വിശേഷം എന്ന് ചോദിച്ചു. പിങ്കിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ പിങ്കി എന്താണോ ആഗ്രഹിച്ചത് അതാണിപ്പോൾ ഗൗതത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്നും പിങ്കിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പിങ്കി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൗതം, ഞാൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന് പിങ്കി പറഞ്ഞു. അതെ, പിങ്കിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് എന്നോട് പറയണം, അപ്പോൾ അത് ഞാൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദി അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് മറഞ്ഞു നിന്നത് കേൾക്കുക. അപ്പോൾ ഗൗതം എന്താണ് സംസാരിക്കുന്നത്, പിങ്കി എന്താണ് സംസാരിക്കുന്നത്, ഈ പുള്ളിക്കാരി എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊക്കെ കേൾക്കാനാണ് നമ്മുടെ നന്ദ വന്ന് ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ നന്ദയ്ക്ക് ശരിക്കും ഭയങ്കര ടെൻഷൻ, ഭയങ്കര സങ്കടം. അപ്പോൾ താൻ പേടിച്ചത് തന്നെ സംഭവിക്കുകയാണ് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇവളുമാർ രണ്ടും കൂടെ സംഭവിപ്പിക്കുകയാണെന്നുള്ളത് നന്ദയ്ക്ക് മനസ്സിലായി. നന്ദ ഇതെല്ലാം കേട്ടോണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയല്ലേ. ഈ സമയത്ത് നമ്മുടെ ഗൗതം എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം, ഞാനത് നടത്തി തരും എന്നൊക്കെ പറയുമ്പം അതാണ് വേണ്ടത് ഗൗതം. പക്ഷേ ഗൗതം ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല നന്ദ ചിന്തിക്കുന്നത്. നന്ദയുടെ സ്വഭാവമേ ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെക്കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് ഈ പുള്ളിക്കാരി നമ്മുടെ ഗൗതത്തിനോട്. ഗൗതമൊന്നും കേട്ടിട്ടൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം അത് നന്നാവണമെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, സന്തോഷവതിയായിട്ടിരിക്കണം. അങ്ങനെയുള്ളപ്പോൾ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ഗൗതം തന്നെ നല്ല രീതിയിൽ നോക്കണം. പിങ്കിക്ക് എത്രത്തോളം കെയറിങ് ഗൗതം കൊടുക്കുന്നോ അത്രത്തോളം കരുതലും സ്നേഹവും അല്ലെങ്കിൽ അതുപോലെ ആരോഗ്യവും കുഞ്ഞിനുണ്ടാകും. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്നേഹവും കരുതലും ആദ്യം കിട്ടേണ്ടത് അമ്മയ്ക്കാണെന്നും പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഗൗതത്തിനെ ഇങ്ങനെ ഇതാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക ഗിരിജ. ഇതെല്ലാം അപ്പുറം നിന്ന് കേൾക്കുന്ന നമ്മുടെ നന്ദയുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂട്ടാനല്ലേ ഉപയോഗപ്പെടുത്തുള്ളൂ. നന്ദയുടെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വരികയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ട് പിങ്കി ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ഗൗതത്തിനെ തൻ്റെ ഉള്ളം കയ്യിൽ കിട്ടും, തനിക്ക് ഇപ്പം കിട്ടും എന്നുള്ളൊരിതിൽ. ഗൗതം അതിനൊന്നും മറുപടി പറയാതെ അങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് കണ്ടോ ഗൗതം നോക്ക്, പിങ്കിമോൾക്ക് ഞാൻ എപ്പോൾ ഇത് കൊടുത്താണെന്ന് അറിയാം, അത് കഴിക്കാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ പിങ്കി കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പം എനിക്ക് വിശക്കുന്നില്ല ഗൗതം, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഭക്ഷണം കൃത്യസമയങ്ങളിൽ കൃത്യമായി കഴിക്കണം, അല്ലെങ്കിൽ അത് കുഞ്ഞിന് ദോഷമാണെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. അതെ, അത് ഞാൻ പിങ്കിമോളോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. പിങ്കിമോൾക്ക് എന്തായാലും അത് സ്വയം കഴിക്കാനുള്ള ഒരു മനസ്സോ ഇതൊന്നും ഇല്ല. ഒരു കാര്യം ചെയ്യുക, ഗൗതം തന്നെ ആ ഭക്ഷണം വാരി കൊടുക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗൗതം ഞെട്ടി. അല്ല, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ആ ഒരു ഇത് കുഞ്ഞിന് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നന്ദി അവിടെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ. അപ്പോൾ പിങ്കി ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. സന്തോഷവതി എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷത്തിലിരിക്കുകയാണ്. ഗൗതത്തിനെ അങ്ങോട്ട് കിട്ടി എന്നുള്ളൊരു ഭാവത്തിലാണ് പിങ്കി അങ്ങിരിക്കുന്നത്. അപ്പോൾ ഇവളുമാർ രണ്ടുപേരും കൂടി ഇതിനു വേണ്ടി ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ പിങ്കിയുടെയും അതുപോലെ തന്നെ ഗൗതത്തിൻ്റെയും ഇടയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം മറഞ്ഞു നിന്ന് കേട്ട് നമ്മുടെ നന്ദ ഞെട്ടി നിൽക്കുക. കാരണം നന്ദ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലൊരു തിരിച്ചടി തൻ്റെ ജീവിതത്തിലേക്ക് വരും, അല്ലെങ്കിൽ താൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷേ അത് അറിയാമായിരുന്നെങ്കിലും എല്ലാം പോട്ടെ എന്ന് വെച്ച് ഈ ഒരു അവസ്ഥയിൽ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നന്ദയുടെ കൺമുന്നിലാണ് ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഗൗതം ആകെ ധർമ്മസങ്കടത്തിലായി. ഈ ഗിരിജ എന്ന് പറയുന്ന പെൺപിള്ള ഇവർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുക. കഴിപ്പിക്കുക, കൊടുക്കുക, വാരിക്കൊടുക്കുക, കഴിപ്പിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിനെ കൊണ്ട് ഓരോന്നിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മേലുദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് എന്ത് വേണമെങ്കിലും വരട്ടെ, തൻ്റെ കുഞ്ഞാണ് തനിക്ക് മുഖ്യം എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ഗൗതവും അതിനു വേണ്ടി തയ്യാറാകുന്നു. ഈ സമയത്ത് പിങ്കി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇടി വെച്ച് കൊടുക്കാൻ നമുക്ക് തന്നെ തോന്നും. അങ്ങനെയാണ് പിങ്കിയുടെ മുഖഭാവമൊക്കെ ഇരിക്കുന്നത്. ഗൗതത്തിന് എന്നിട്ട് മനസ്സോടെ ഇത് ചെയ്യിപ്പിക്കാനായിട്ട് ഗിരിജ ഇങ്ങനെ മുന്നിട്ടിറങ്ങിയിരിക്കുക. എന്തായാലും ഇവളുമാരുടെ ഈ പ്ലാൻ പൊളിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ആകുമ്പോഴത്തേക്ക് രംഗത്തേക്ക് ചെന്നു. എന്താ ഗൗതം സാർ എന്നും ചോദിച്ചു. പിങ്കിക്ക് ഫുഡ് വാരി കൊടുക്കാൻ പറയാമായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഗൗതം സാർ എന്തിനാ വാരി കൊടുക്കുന്നത്, പിങ്കിക്ക് ഞാൻ വാരി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് നന്ദ അങ്ങ് ചെന്നു. അപ്പോഴേക്ക് ഇവളുമാരുടെ രണ്ടുപേരുടെയും മുഖം അങ്ങോതായി. ഈ സമയത്ത് നമ്മുടെ ഗിരിജ പറഞ്ഞു,
കുഞ്ഞ് പിങ്കിയുടെ വയറ്റിലാണ്, കുഞ്ഞിന് അച്ഛൻ്റെ ആ ഒരു സാമീപ്യമാണ് വേണ്ടത്, അതിനാണ് ഗൗതത്തിനോട് ഇത് വാരി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ കുഞ്ഞ് അമ്മയുടെ വയറ്റിലാണെങ്കിൽ അല്ലല്ലോ, ഇപ്പോൾ ഇത് പിങ്കിയുടെ വയറ്റിലല്ലേ, അപ്പോൾ അമ്മയുടെ സ്നേഹവും കരുതലുമാണ് ആദ്യം കുഞ്ഞിന് കിട്ടേണ്ടത്. ഈ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ ഞാനാ. എൻ്റെ കരുതലും സ്നേഹവും കിട്ടിയതിന് ശേഷം മാത്രമാണ് അച്ഛൻ്റെ കരുതലും സ്നേഹവും കുഞ്ഞിന് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ സ്നേഹം കൊടുത്തതിന് ശേഷം ഗൗതം സാറ് സ്നേഹം കൊടുത്താൽ മതി എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കേണ്ടതും കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതും അമ്മയാണ്. 9 മാസം കഴിയുമ്പോഴേ എൻ്റെ കുഞ്ഞിനെ പിങ്കി എൻ്റെ കൈകളിലേക്ക് വെച്ച് തരുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാനാണമ്മ, പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതും ഞാനാണ്. അതിപ്പോഴേ തന്നെ ഞാൻ തന്നെ ചെയ്തു തുടങ്ങുന്നതല്ലേ നല്ലത് എന്നും ചോദിച്ചുകൊണ്ട് പിങ്കിയുടെയും അതുപോലെ ഈ പുള്ളിക്കാരുടെയും എല്ലാ പ്ലാനുകളും നമ്മുടെ നന്ദ പൊളിച്ചങ്ങ് കൊടുത്തു. ഈ വേഷം കെട്ടുകളൊന്നും നടക്കില്ല. അപ്പോഴത്തേക്കും ഗൗതമാണെന്നുണ്ടെങ്കിൽ ഈ സാറ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നന്ദയോട് പറഞ്ഞു, നന്ദ താനിങ്ങനെ ഇതാവണ്ട, പിങ്കിയുടെ കാര്യങ്ങൾ നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് നോക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ 2 പേരുടെയും കുഞ്ഞല്ലേ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം കൂടെ അങ്ങനെ പറഞ്ഞു. ഇവളുമാർ എന്തെല്ലാം സംസാരിച്ചാലും അതിനു മേലെ നന്ദയ്ക്കാണ് തൻ്റെ ജീവിതത്തിൽ പൂർണ്ണ അവകാശം, അല്ലെങ്കിൽ ആ ഒരു ഇത് എന്നുള്ളത് നമ്മുടെ ഗൗതം വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുക. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കഥയും കഥാഗതികളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ എപ്പിസോഡുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെയാണ് നേരിടേണ്ടതെന്നും എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു അവസാനമെന്നും ആ കുഞ്ഞിൻ്റെ കാര്യം എന്താകുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഗൗതം ഇങ്ങനെ ഒന്നും അറിയാത്ത വെറും മരമണ്ടനെ പോലെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിങ്കി എന്ന് പറയുന്ന നാണമില്ലാത്തൊരു വ്യക്തിത്വം ഇല്ലാത്തൊരു വ്യക്തി ഈ ഒരു രീതിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ പുത്തൻ വിശേഷങ്ങളും പുതിയ കഥാമുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് കാണാം. എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് സംഭവിക്കുമെന്നും അറിയാനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.